വഫാത്തായ ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചുംബനം കൊടുത്തു. റളിയല്ലാഹു അൻക യാ അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സേവനം ചെയ്തു. വഫാത്തിന്റെ സമയം വരെ അവിടുത്തെ തൃപ്തിയല്ലാതെ ഒന്നും ഇല്ല. വഫാത്ത് കഴിഞ്ഞവിടുത്തേക്ക് മുത്തം കൊടുത്തു. അത് കഴിഞ്ഞവിടുത്തെ പ്രതിനിധിയായി, അത് കഴിഞ്ഞ് അവിടുത്തെ ചാരത്തു തന്നെ വിശ്രമിച്ചു. ഖിയാമത്ത് നാൾ വരെ അവിടുത്തെ ചാരത്തു തന്നെ കിടക്കുന്നു. ഇനി നാളെ വരുമ്പോഴും സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരത്താണ്. അല്ലാഹുവേ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുമ്പോൾ സാധുക്കളായ ഞങ്ങൾക്ക് ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കലേക്ക് ഒന്നെത്തിച്ച് മുത്തുനബി തങ്ങളുടെ ഒരു സാമീപ്യവും സന്തോഷവും ഞങ്ങൾക്ക് നീ ഒന്ന് വാങ്ങിത്തരണം റഹ്മാനേ. حدثنا نصر بن علي الجهضمي حدثنا مرحوم بن عبد العزيز العطار النبي عمران الجويني عن يزيد بن بنوس عن عائشة رضي الله عنها أن أبا بكر رضي الله عنه صديق الأكبر തങ്ങൾ دخل على النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. بعد وفاته അവിടുത്തെ വഫാത്തിനു ശേഷം فوضع فمه بين عينيه അവിടുത്തെ ചുണ്ടുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടത്തിൽ അമർത്തി രണ്ട് കണ്ണുകൾക്ക് നടുവിൽ ചുംബനം കൊടുത്തു. ووضع يديه على صاعديه രണ്ട് കരങ്ങൾ അവിടുത്തെ തിരുകരങ്ങളുടെ മേൽ വെച്ചു. وقال وهنبيا وصفيا وخليلا. ഓ പ്രവാചക പ്രഭോ, ഓ ആത്മമിത്രമേ, ഓ അല്ലാഹു തെരഞ്ഞെടുത്ത പരിശുദ്ധിയുടെ പര്യായമേ, ഹബീബായ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ച് വിയോഗത്തിന്റെ വേദന കടിച്ചമർത്തി ചുംബനം കൊടുത്തു. റളിയല്ലാഹു അൻക യാ അബൂബക്കർ സിദ്ദീഖ്. അല്ലാഹു തആല അടുത്തോടുള്ള മഹബ്ബത്തും ഇഷ്ഖും നമുക്ക് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ. حدثنا بشر بن هلال الصواف البصري حدثنا جعفر بن سليمان عن ثابت عن انس بن مالك رضي الله عنهم قال لما كان اليوم الذي دخل فيه رسول الله صلى الله عليه وسلم المدينة മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ച ദിവസം അല്ലാഹ മിൻഹാ കുല്ലു ഷൈഇൻ അവിടുത്തെ ആഗമനത്തിൽ മദീന മുഴുവനും പ്രകാശപൂരിതമായി. ഫലമ്മാ കാനൽ യൗമുൽ ലദീ മാത ഫീഹി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം അളലമ മിൻഹാ കുല്ലു ഷൈഇൻ മദീന മുഴുവനും ഇരുളടഞ്ഞു പോയി. വമാ നഫളനാ ഐദീനാ മിനത് തുറാബി അവിടുത്തെ തിരുശരീരം മറമാടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൊടിമണ്ണ് തട്ടിയപ്പോൾ ഞങ്ങളുടെ മനസ്സിന്റെ ഒക്കെ ഗതി മാറിപ്പോയി, ഞങ്ങളുടെ ഹൃദയം പരിഭ്രമിച്ചു പോയി. അവിടുത്തെ ഖബർ ശരീഫിൽ മറമാടിയിട്ട് അവിടുത്തെ മൂടൽ മണ്ണിട്ട് ഞങ്ങളുടെ പൊടി തട്ടിയപ്പോൾ ഞങ്ങളുടെ കൽബിന്റെ അവസ്ഥ മാറിപ്പോയി, വല്ലാത്തൊരവസ്ഥയായി പോയി, ഞങ്ങൾക്ക് താങ്ങാനാകുന്നില്ല. حدثنا محمد بن حاتم حدثنا عمرو بن صالح عن هشام بن عروة عن أبيه عن عائشة رضي الله عنها قالت توفي رسول الله صلى الله عليه وسلم يوم الاثنين തിങ്കളാഴ്ച ദിവസമാണ് അവിടുന്ന് വഫാത്തായത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന വിധത്തിൽ മരണപ്പെടാൻ തൗഫീഖ് ഞങ്ങൾക്ക് തരികയും അതിന് പറ്റുന്നൊരു സമയം നീ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്തു തരണം റഹ്മാനേ. حدثنا محمد بن أبي عمر حدثنا سفيان بن عيينة عن جعفر بن محمد النبي
قال قبض رسول الله صلى الله عليه وسلم يوم الاثنين മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ തിങ്കളാഴ്ച ദിവസമാണ്. ഫമക്കസ ദാലിക യൗമ വലൈലത സുലാസായി, അങ്ങനെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കഴിഞ്ഞു. ബുധനാഴ്ചയിൽ വദുഫിന മിനൽ ലൈൽ, രാത്രിയിൽ മറമാടി. ഖാല സുഫിയാൻ വഖാല ഗൈറുഹു, സുഫിയാൻ എന്നവരും മറ്റുള്ളവരും പറയാണ്, യുസ്മഉ സൗത്തുൽ മസാഹി മിൻ ആഖിരിൽ ലൈലി, രാത്രിയുടെ അന്ത്യാമങ്ങളിലും മൺവെട്ടിയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. ആ രാത്രിയിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടിയത്. അതേ, അവിടുത്തെ തിരുശരീരം ഖബർ ഷരീഫിലേക്ക് കിടത്തിയത്. حدثنا قتيبة بن سعيد حدثنا عبد العزيز بن محمد شريك بن عبد الله بن أبي نمر النبي سلمة بن عبد الرحمن بن عوف قال توفي رسول الله صلى الله عليه وسلم يوم الاثنين, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് തിങ്കളാഴ്ച ദിവസമാണ്. വദുഫിന യൗമ സുലാസായി, ചൊവ്വാഴ്ചയാണ് അവിടുന്ന് മറമാടിയത്. ഹാദാ ഹദീസുൻ ഗരീബുൻ, ഇത് ഗരീബായ നിവേദനമാണ്. പ്രസിദ്ധമായ റിവായത്ത് ബുധനാഴ്ച എന്നാണ്. ഹദ്ദസനാ നസ്ർ ബിൻ അലി അൽ-ജഹ്ളമി അഖ്ബറനാ അബ്ദുല്ലാഹ് ഇബ്നു ദാവൂദ് ഖാല ഹദ്ദസനാ സലമത്ത് ബിൻ ഉബൈത്ത് وخبرنا عن نعيم بن أبي هند عن نبيط بن شريط عن سالم بن عبيد وكانت له صحبة قال أغمي على رسول الله صلى الله عليه وسلم في مرضه, അവിടുത്തേക്ക് രോഗകാരണമായി അല്പം ബോധക്ഷയമുണ്ടായി. ഫാഫാഖ, പിന്നീട് തെളിഞ്ഞു. ഫഖാല ഹളറത്തി സ്വലാ, നിസ്കാര സമയമായോ? ഫഖാലു നഅം. ഫഖാല മുറൂ ബിലാലൻ ഫല്യുഅദ്ദിൻ, ബിലാൽ എന്നവരോട് വാങ്ങു കൊടുക്കാൻ പറയൂ. വമുറൂ അബൂബക്കറിൻ ഫല്യുസല്ലി ലിന്നാസ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറയൂ. ഔ ബിന്നാസി സുമ്മ ഉഗ്മിയ അലൈഹി, പിന്നെയും അവിടുത്തെ ബോധം നഷ്ടപ്പെട്ടു. ഫാഫാഖ, പിന്നെ തെളിഞ്ഞു. ഫഖാല ഹളറത്തിസ് സ്വലാ, നിസ്കാരം ഹാജരായോ, നിസ്കാര സമയമായോ? ഫഖാലു, അപ്പോൾ പറഞ്ഞു, നഅം, അതേ സമയമായി. മുറൂ ബിലാലൻ ബിൽ അദാനി, വാങ്ങു കൊടുക്കാൻ വേണ്ടി പറഞ്ഞോളൂ അതേ ബിലാൽ എന്നവരോട്. വമുറൂ അബൂബക്കറിൻ ഫല്യുസല്ലി ബിന്നാസി, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാം നിൽക്കാൻ പറയൂ. ഫഖാലത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്ന അബി റജുലുൻ അസീഫുൻ, എന്റെ ഉപ്പ വളരെ ലോല മനസ്സുള്ള ആളാണ്. ഇദാ ഖാമ ദാലിക്കൽ മഖാമ ബക്കാ, അവിടുന്ന് ഇമാമത്ത് നിൽക്കേണ്ട സ്ഥലത്ത് എന്റെ ഉപ്പാനെ നിർത്തിയാൽ താങ്ങാൻ കഴിയൂല, കരഞ്ഞു പോകും. ഫലാ യസ്തതിഉ, അവിടുന്ന് സാധ്യമല്ല. ഫലൗ അമർത ഗൈറഹു, മറ്റാരോടെങ്കിലും അവിടുന്ന് കൽപ്പിച്ചിരുന്നെങ്കിൽ. ഖാല സുമ്മ ഉഗ്മിയ അലൈഹി, പിന്നെയും അവിടുന്ന് ബോധക്ഷയമുണ്ടായി. ഫാഫാഖ, പിന്നെ തെളിഞ്ഞു. വഖാല മുറൂ ബിലാലൻ ഫല്യുഅദ്ദിൻ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് വാങ്ങു കൊടുക്കാൻ പറയൂ. വമുറൂ അബൂബക്കറിൻ ഫല്യുസല്ലി ബിന്നാസി, സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറയൂ. അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഫഇന്നകുന്ന സവാഹിബു ഔ സവാഹിബാത്തു യൂസുഫ, നിങ്ങൾ യൂസുഫ് നബിയുടെ സ്വാഹിബത്തിനെ പോലെയാണ്, അല്ലെങ്കിൽ അന്നുകൂടിയ സ്ത്രീകളെ പോലെയാണ്. ആവശ്യമില്ലാത്തതിൽ നിങ്ങൾ നിർബന്ധം പിടിക്കരുത്, അനിവാര്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. നിങ്ങൾ അവിടുന്ന് ഇടപെട്ടുകൊണ്ട് ബേജാറാക്കരുത്. ഖാല ഫഉമിറ ബിലാലുൻ ഫഅദ്ദന, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കപ്പെട്ടു, അവിടുന്ന് വാങ്ങു കൊടുത്തു. ഫഉമിറ അബൂബക്കറിൻ ഫസല്ലാ ബിന്നാസി, സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് കൽപ്പിക്കപ്പെട്ടു, അവിടുന്ന് ഇമാമായി നിന്നു. സുമ്മ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജദ ഖിഫത്തൻ, പിന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആശ്വാസമായി. ഫഖാല ഉൻദുറൂ ഇലയ്യ മൻ അത്തഖിഉ അലൈഹി, ആരാണ് എന്നെ ഒന്ന് താങ്ങിപ്പിടിക്കുക, എനിക്കൊന്ന് താങ്ങിയിട്ട് എഴുന്നേൽക്കാൻ ആരാണുള്ളത്? ഫജാഅത്ത് ബരീറത്തു, പരിചാരകയായ ബരീറത്ത് എന്നവർ വന്നു. ബരീറത്ത് ബിന്തു സഫ്വാൻ,
ആയിഷ റളിയല്ലാഹു അൻഹയുടെ പരിചാരകയാണ്. വറജുലുൻ ആഖറു, അതാ മറ്റൊരാൾ വന്നു. രണ്ടാളും ഫത്തക്ക അലൈഹിമ, രണ്ടാളുടെയും മേൽ ആസ്പദിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. ഫലമ്മാ റആഹു അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ, പള്ളിയോട് ചേർന്നാണല്ലോ അവിടുത്തെ ഹുജറത്തു ശരീഫ, ഫൗമ ഇലൈഹി അൻ യസ്ബുത മക്കാനഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് അവിടെ തന്നെ തുടരാൻ ആംഗ്യം കാണിച്ചു. ഹത്താ ഖളാ അബൂബക്കറിൻ സ്വലാത്തഹു, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നിസ്കാരം പൂർത്തീകരിച്ചു. സുമ്മ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബിള, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കഴിഞ്ഞു ദുഹാന്റെ സമയമായപ്പോൾ അവിടുന്ന് വഫാത്തായി പോയി. ഫഖാല ഉമറു, ഇത് അറിഞ്ഞപ്പോഴേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ അസ്മഉ അഹദൻ യദ്കുറു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബിള ഇല്ലാ ളറബ്തു ബിസൈഫി ഹാദാ, ആരെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞാൻ കേട്ടാൽ ഞാൻ അയാളെ ഈ വാളുകൊണ്ട് വെട്ടും. അങ്ങനെയില്ല, താങ്ങാൻ കഴിഞ്ഞില്ല ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക്. وكان الناس أميين لم يكن فيه نبي قبله, മുമ്പൊരു നബി വന്ന പരിചയമില്ലാത്തവരാണ് മക്കക്കാർ. അക്ഷരജ്ഞാനമുണ്ടായിരുന്നില്ല മുൻകാല വേദങ്ങൾ വായിക്കാൻ. അവിടെ ഒരു നബി വന്ന പരിചയം ബനു ഇസ്രായേലിനെ പോലെ ഇല്ല. അതുകൊണ്ട് ഒരു നബി വന്നാൽ വഫാത്താകുന്നതെങ്ങനെ, യാത്രയാകുന്നതെങ്ങനെ, എന്തു ചെയ്യണം എന്ന കേട്ട് പരിചയം അവർക്കില്ല. അവർക്കങ്ങനെ പരമ്പരയായി പറയാനുമില്ല. ലം യകുൻ ഫീഹിം നബിയ്യുൻ ഖബ്ലഹു ഫഅംസക അന്നാസു, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഈ വർത്തമാനം കേട്ടപ്പോഴേക്ക് അവരൊന്നും പിന്നെ മിണ്ടിയില്ല. എന്തു ചെയ്യണമെന്ന് അവർക്കറിയുന്നില്ല. ഫഖാലു യാ സാലിമു, അവര് സാലിം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇൻതലിഖ് ഇലാ സാഹിബി റസൂലില്ലാഹ്, നിങ്ങൾ വേഗം സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലൂ. ഫദഉഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വിളിച്ചു കൊണ്ടുവരൂ. ഫാതൈതു അബൂബക്കറിൻ, ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കൽ ചെന്നു. വഹുവ ഫിൽ മസ്ജിദി, അവിടുന്ന് പള്ളിയിലാണ്. ഫാതൈതുഹു അബ്കീ ദഹിഷൻ, ഞാൻ ബേജാറായി കരഞ്ഞുകൊണ്ടാണ് ഓടിച്ചെന്നത്. ഫലമ്മാ റആനി, എന്നെ കണ്ടപ്പോൾ ഖാലലി, എന്നോട് ചോദിച്ചു, അഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായോ? ഖുൽതു ഇന്ന ഉമറ യഖൂലു, ഞാൻ പറഞ്ഞു ഉമറുൽ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, ലാ അസ്മഉ അഹദൻ യഖൂലു ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബില ഇല്ലാ ളറബ്തുഹു ബിസൈഫി ഹാദാ, മുത്തുനബി തങ്ങൾ വഫാത്തായെന്ന് ആരെങ്കിലും പറയുന്നത് ഞാൻ കേട്ടാൽ ഈ വാളുകൊണ്ട് വെട്ടുമെന്ന് പറയുന്നുണ്ട്. ഫഖാല ലി, അപ്പോൾ എന്നോട് പറഞ്ഞു, ഇൻതലിഖ്, എന്നാ നടക്കൂ മോനെ. ഫന്തലഖ്തു മഅഹു, കൂടെ ഞാനും നടന്നു. ഫജാഅഹു വന്നാസു ഖദ് ദഖലു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് മുത്തുനബി തങ്ങളുടെ വീട്ടിലേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫിർജൂലി, എനിക്കൊന്ന് വഴിയൊഴിഞ്ഞു തരൂ, എനിക്കൊരു ചെറിയ ഗ്യാപ്പ് അനുവദിച്ചു തരൂ. ഫഫറജൂലഹു, അവര് വഴിയുണ്ടാക്കി കൊടുത്തു സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക്. ഫജാഅ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ